തനി നാടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു കാച്ചിൽ മാന്തിയെടുക്കൽ അപാരതയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാച്ചിൽ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ ഞങ്ങൾ കൈവശപ്പെടുത്തി. ഒരുപാട് ആഴത്തിൽ ഒളിച്ചിരുന്ന കാച്ചിലിനെ വളരെ സാഹസികമായി ഞങ്ങൾ മാന്തിയെടുത്ത് കരയ്ക്ക് വെച്ചു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കാച്ചിലായിരുന്നു അത്. പിന്നെയും അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഒരാകാംക്ഷ. വീണ്ടും ഞങ്ങൾ മാന്തി നോക്കി. പക്ഷേ നിരാശയായിരുന്നു. ഒരു ചെറിയ കഷ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മാന്തിയെടുത്ത കാച്ചിൽ. ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് പല വിഭവങ്ങളായി ഒരുക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ പ്രിയതമയും അമ്മയും കൂടി അതിൻ്റെ പാചകപ്പണിയിലാണ്. അമ്മ അത് നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്ത് നുറുക്കി കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് ഇടുകയാണ്. കാച്ചിലുണ്ട്, ചേമ്പുണ്ട്, ചീനിയും ഉണ്ട്. ഇത് മൂന്നും കൂടി കഴുകി വൃത്തിയാക്കി നുറുക്കി പാത്രത്തിലേക്ക് ഇടുകയാണ്. രാവിലെ നല്ല തേങ്ങാ ചമ്മന്തിയും ഉപ്പുമുളക് മുടച്ചതും, അതേപോലെ നല്ല ചൂട് കഞ്ഞിയും, തേങ്ങ ചിരകിയിട്ട ചൂട് കഞ്ഞിയും എല്ലാം കൂടിയാകുമ്പോൾ രാവിലത്തെ ഭക്ഷണം വിഭവസമൃദ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊറോട്ടയും ബിരിയാണിയുമൊക്കെ ഒരടി അകലെ മാറി നിൽക്കും ഇവരുടെ അടുത്ത്. വയറിന് യാതൊരു കേടുമില്ലാത്ത ശുദ്ധമായ നാടൻ ഭക്ഷണം. നമ്മുടെ കപ്പയും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചു. വെള്ളത്തിലേക്ക് പറക്കിയിട്ടു. നമ്മുടെ കാച്ചിലും ചേമ്പും ചീനിയുമെല്ലാം ഇനി അങ്ങനെ അടുപ്പിൽ കിടന്ന് വെന്ത് പാകമാകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നല്ല തീയിൽ കിടന്ന് നല്ല പാകത്തിന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചമ്മന്തിയുടെ പരിപാടിയിലേക്ക് കടക്കാം. ഇവിടെ പുഴുക്ക് എല്ലാം നല്ല പോലെ വെന്ത് ഉടഞ്ഞ് പാകമായിട്ടുണ്ട്. നല്ല ആവിയുടെ മണം, പുഴുങ്ങിയ ചീനിയുടെയും കാച്ചിലിൻ്റെയും ഒക്കെ ഒരു മണം. എന്തൊരു രസം! ഇതിനനുകൂലി നമുക്കിനി ചമ്മന്തി അരയ്ക്കാം. ചുവന്നുള്ളിയും കറിവേപ്പിലയും തേങ്ങയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് നല്ല ഒരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറുകുറാന്നിരിക്കുന്ന ചമ്മന്തിയാണ്. ഇതും കൂട്ടി നമുക്ക് സ്വാദിഷ്ടമായ കപ്പപ്പുഴുക്ക് കഴിക്കാം. പിന്നെ നല്ല കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയിട്ട് അല്പം നെയ്യൊഴിച്ച നല്ല ഒന്നാന്തരം കഞ്ഞി. ഞാൻ കഴിക്കാനുള്ള പരിപാടിയിലേക്കാണ്. എല്ലായിടത്തും പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഉപ്പുമുളക് ഉടച്ചതും ചമ്മന്തിയും പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഒപ്പം ഈ കാച്ചിലും ചേമ്പും എല്ലാം കൂടി പുഴുങ്ങിയതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കൂട്ടുകാരനെ കൂടി കാണിക്കാം. കഴിക്കാനുള്ള ഒരു കൂട്ടുകാരനെ കൂടി കാണിക്കാം. വേറൊന്നുമല്ല, നല്ല കുടംപുളി ഇട്ട് വെച്ച നല്ല മീൻകറിയുമുണ്ട്. നല്ല ചൂരക്കറി അങ്ങനെ തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തേക്കുള്ള പരിപാടിയെല്ലാം ആയി. അപ്പോൾ ഇനി നമുക്ക് ഒരു പിടി പിടിക്കാം. എല്ലാവരും വായോ.